ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെഷനിൽ നമ്മുടെ രണ്ടാമത്തെ എക്സസൈസിന്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ സീ ദ 6th ക്വസ്റ്റ്യൻ ഹിയർ. ഈ 6th ക്വസ്റ്റ്യനിൽ പറയുന്നത് ദ ലെങ്ത് ഓഫ് എ ടാൻജന്റ് ഫ്രം എ പോയിന്റ് എ അറ്റ് എ ഡിസ്റ്റൻസ് 5 cm ഫ്രം ദ സെന്റർ ഓഫ് ദി സർക്കിൾ ഈസ് 4 cm. ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ. സോ സത്യത്തിൽ ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി ഒന്ന് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൽ ഐ തിങ്ക് വി ഹാഡ് ദിസ് വാല്യൂ ആൻഡ് ദിസ് വൺ, ഇത് മാത്രം മിസ്സിംഗ് ആയിരുന്നു അല്ലേ. സോ ഏതായാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് പൈതഗോറസ് തിയറം ജസ്റ്റ് അങ്ങ് എന്ത് ചെയ്താൽ മതി, അപ്ലൈ ചെയ്താൽ മതി. സോ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇത് 90 ഡിഗ്രി ആണെന്ന് നമുക്കറിയാം അല്ലെ. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ സ്റ്റെപ്സ് കാണിക്കണം. സോ ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റും, വി ഹാവ് ആംഗിൾ OBA ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. നേരത്തെയും ഇത് തന്നെയാണ് ചെയ്തത്. എന്നിട്ട് നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇവിടെ OB സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈസ് ഈക്വൽ ടു OA സ്ക്വയർ. റീസൺ എഴുതാം, പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം. Now let's give the known values. നമുക്ക് അറിയുന്ന വാല്യൂസ് അങ്ങ് കൊടുക്കാം. ഇവിടെ 4, ഇവിടെ 5 അല്ലേ. So you can say that OB square is equal to OA square minus AB square. So OB, what is the question? Find the radius. OB equal to radius R. ഇവിടെയും നമ്മൾ എന്ത് ചെയ്യുക, 6 എന്ന് മാർക്ക് ചെയ്യുക. So this is equal to square root of OA square 5 square അല്ലേ, 5 square minus 4 square. നേരത്തെ നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ 5, 4 വന്നപ്പം ഏതായിരുന്നു വന്നത്, 3 ആണ് വന്നത് അല്ലേ. സോ ദിസ് ഇസ് ഈക്വൽ ടു 3 എന്ന് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതിൽ സെന്റിമീറ്ററിൽ തന്നത് കൊണ്ട് നമുക്ക് ഇവിടെ എന്ത് എഴുതാം, 3 cm എന്ന് കൂടി എഴുതാം. പ്രോബ്ലം ഡൺ ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. 7th ക്വസ്റ്റ്യൻ. ഇതിൽ പറയുന്നത് 2 concentric circles are there and their radius are 5 and 3 cm respectively. Find the length of the chord of the larger circle which touches the smaller circle. അല്ലെ, അപ്പോ ഈ ഒരു PQ എന്ന് പറയുന്ന ലാർജർ സർക്കിളിന്റെ കോഡിന്റെ ലെങ്ത് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല നമ്മൾക്ക് തന്നിരിക്കുന്ന കാര്യമാണ് എന്ത്, റേഡിയസ് ഓഫ് ദി ലാർജർ circle is 5. So you can mark 5 here. And also the radius of the smaller circle, this is how much? This is 3. അതാണ് തന്നത്. അപ്പൊ നമുക്കിപ്പോ സത്യത്തിൽ എന്താ കിട്ടിയത്, സത്യത്തിൽ if you are observing triangle OAQ, നിങ്ങൾക്ക് എന്താ കിട്ടിയത്, ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ 2 സൈഡ്സ് ആണ് നിങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഹൈപ്പോന്യൂസ് 5, അഡ്ജസന്റ് സൈഡ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് 3 എന്ന് എടുക്കാം. സോ ദ റിമൈനിങ് സൈഡ് ഈസ് AQ എന്ന് എടുക്കാൻ പറ്റും. ദാറ്റ് മീൻസ് ഇതിന്റെ ആൻസർ സത്യത്തിൽ മൈൻഡിൽ നിങ്ങൾക്ക് മേ ബി വന്നിട്ടുണ്ടാവണം. കാരണം ഇത് 3ഉം 5ഉം ആണെങ്കിൽ ഈ AQ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി എന്താ വരിക, 4 ആണ് വരിക. AQ 4 ആണെങ്കിൽ അത് തന്നെയാണ് ആർക്കും വരിക, AP 4 തന്നെയാണ് വരിക. കാരണം ഇവിടെയും എന്ത് തന്നെ വരുന്നുണ്ട്, 5 തന്നെ വരുന്നുണ്ട്. That means you can say that PQ is the chord of the larger triangle and which is equal to PA plus AQ. That is 4 plus 4, that is 8. We got the answer. Answer 8 cm ആണ് വരിക. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ ലെറ്റ്സ് സോൾവ് വിത്ത് ദ സ്റ്റെപ്സ്. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നമുക്ക് പറയാൻ പറ്റും എന്ത്, ഹിയർ OA equal to 3 cm, OQ equal to 5 cm. ഇനി അതേപോലെ തന്നെ OP equal to 5 എന്നുള്ളത് നമുക്കിവിടെ എഴുതാം, which is equal to OP. ഓക്കെ,
ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ഇവിടെ ബൈ പൈതഗോറസ് തിയറം ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ ആണ്, OAQ അല്ലെ, ഫ്രം ട്രയാങ്കിൾ OAQ we can write AQ is equal to, എന്താണ് AQ, സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ് OQ സ്ക്വയർ മൈനസ് OA സ്ക്വയർ, OQ സ്ക്വയർ മൈനസ് OA സ്ക്വയർ അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു 5 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ഈക്വൽ ടു 4 സെന്റിമീറ്റർ. ഇനി സിമിലർലി നിങ്ങൾക്ക് എഴുതാൻ പറ്റും ട്രയാങ്കിൾ OAQ അല്ലെ ഇപ്പൊ എഴുതിയ, ട്രയാങ്കിൾ OAP എന്ത് കിട്ടും, ഇതേ സ്റ്റെപ്പ് ചെയ്തിട്ട് AP is equal എന്ത് കിട്ടും, 4 എന്ന് കിട്ടും. ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് 4 + 4 = 8. ദാറ്റ്സ് ഓൾ. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം. സിമിലർലി ഫ്രം ട്രയാങ്കിൾ OAP AP is equal to 4 centimeter. Then the chord PQ is equal to, എന്താണ് കോഡ് PQ? കോഡ് PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, AQ plus AP is equal to 4 + 4, 8 centimeter. Problem done ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇപ്പൊ ഡൗട്ട് ഒന്നുമില്ലല്ലോ, ജസ്റ്റ് 2 ട്രയാങ്കിൾ, അതിൽ പൈതഗോറസ് അപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. ഇനി 8th ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നിരിക്കുന്നത് എ ക്വാഡ്രിലാറ്ററൽ ABCD which is drawn to circumscribe a circle, prove that AB plus CD is equal to AD plus BC. സോ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ആദ്യം നിങ്ങളൊരു സർക്കിൾ വരയ്ക്കണം. ഈ സർക്കിൾ ഒന്നും ആക്ച്വലി ഈ സർക്കിളും ക്വാഡ്രിലാറ്ററലും ഒന്നും എവിടെ ഉള്ളതല്ല, ചോദ്യത്തിലുള്ളതല്ല. സോ ഇത് ഇവിടെ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടി ഇവിടെ ഓൾറെഡി വരച്ചു വെച്ചു എന്നേ ഉള്ളൂ. കാരണം ഇത് നമ്മൾ ഇവിടെ വരച്ചു കഴിഞ്ഞാൽ എത്ര പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ക്യാൻ സേ ദാറ്റ് വി ഹാവ് എ ക്വാഡ്രിലാറ്ററൽ ABCD. നമുക്കൊരു ക്വാഡ്രിലാറ്ററൽ ABCD ഉണ്ട്. എന്നിട്ട് ഇറ്റ് ഈസ് ഡ്രോൺ ടു സർക്കംസ്ക്രൈബ് എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ചുറ്റിലും എല്ലാ സൈഡും ടച്ച് ചെയ്യുന്ന രീതിയിലാണ്. കണ്ടോ, ഈ സൈഡും ഈ സൈഡും ഈ സൈഡും എല്ലാ സൈഡും ടച്ച് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ്, എന്നിട്ട് നിങ്ങളോട് പറയാണ് ഈ ഒരു സർക്കിളിന്റെ ABCD എന്ന് പറയുന്ന പോയിന്റ് ഈ സർക്കിളിൽ ടച്ച് ചെയ്തതിന് ശേഷം നമ്മളോട് പറയാണ് AB plus CD = AD plus BC എന്ന് നമ്മളോട് പ്രൂവ് ചെയ്യണം. അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്കിത് എങ്ങനെ ഇപ്പൊ ചെയ്യാൻ പറ്റുക? ഏറ്റവും ആദ്യം നമ്മൾ ഇവിടെ ഒരു സെന്റർ മാർക്ക് ചെയ്യാം, സർക്കിളിന്റെ സെന്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഇതിനെ സെന്റർ O എന്ന് പറയാൻ പറ്റും അല്ലെ. നമുക്കറിയാം ഇവിടെ DS എന്ന് പറയുന്നതും DR എന്ന് പറയുന്നതും 2 ടാൻജൻസ് ആണ് ഫ്രം ദ പോയിന്റ് D. അതേപോലെ C എന്ന് പറയുന്ന പോയിന്റിൽ നിന്നുള്ള 2 ടാൻജന്റ് ആണ് CR-ഉം അതേപോലെ CQ-വും. ദെൻ എയിൽ നിന്നുള്ള 2 ടാൻജന്റ് ആണ് AS-ഉം AP-യും. സിമിലർലി ബിയിൽ നിന്ന് BP-യും BQ-യും ആണുള്ളത് അല്ലെ. സോ യു ക്യാൻ സേ ദാറ്റ് ഓൾ ദീസ് pairs of length are always equal. നമുക്ക് അറിയുന്നതാ തിയറം 2 AS = AP, അതേപോലെ BP = BQ. ഇതാണ് സത്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ഈ പ്രോബ്ലത്തിൽ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇവിടെ ചോദ്യത്തിൽ ആദ്യമേ ഇവിടെ PQR ഒന്നും തരില്ല, ശരിയല്ലേ? അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം,
നമ്മൾ ജസ്റ്റ് PQR എന്നോ അല്ലെങ്കിൽ എന്താ പറയുക LMNO എന്ത് വേണേലും കൊടുക്കുക, ഒരു പ്രശ്നവുമില്ല. ഇവിടെ ഓൾറെഡി സെന്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ലെറ്റർ കൊടുക്കണം എന്നേ ഉള്ളൂ. സോ XYZW എന്നോ എന്ത് വേണേലും കൊടുത്തോളൂ, ഒരു കുഴപ്പമില്ല. സോ ആകെ ചെയ്യേണ്ടത് ഒരു സർക്കിള് അതിൽ ടച്ച് ചെയ്യുന്ന രീതിയിൽ ABCD വരുന്ന രീതിയിൽ ഒരു ക്വാഡ്രിലാറ്ററൽ. എന്നിട്ട് നമുക്ക് അറിയുന്നത് സർക്കിളിൽ നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് എന്താ, ഈ ഒരു ലെങ്ത് ഓഫ് ടാൻജന്റ് എക്സ്റ്റേണൽ ടാൻജന്റിൽ നിന്ന് വരയ്ക്കുന്ന അല്ലെ എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ലെങ്ത് ഓഫ് ടാൻജന്റ് എപ്പോഴും ഈക്വൽ ആണ്. അത് യൂസ് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ ഇതിലൊരു ട്രിക്ക് എന്താണെന്നറിയോ, നമ്മളോട് AB + CD ഈസ് ഈക്വൽ ടു AD + BC എന്ന് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ ഇത് പലരും ഇങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ പലർക്കും ഇത് കിട്ടൂല, കാരണം ഇതൊക്കെ ഒരുപാട് പ്രാവശ്യം എക്സാമിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. സോ ഇവിടെ പലർക്കും ഇങ്ങനെ കാണാതെ പഠിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ അതിലുള്ള ട്രിക്ക് എന്താന്ന് പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം AB + CD അല്ലെ, AB + CD ഇത് നമ്മൾ എന്ത് ചെയ്യണം, ലെഫ്റ്റ് സൈഡിൽ വരുത്തണം. അപ്പൊ നിങ്ങൾ നോക്കിയേ, AB എന്ന് പറഞ്ഞാൽ എന്താ, AB എന്ന് പറഞ്ഞാൽ APയും PBയും കൂടുന്നതാ അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ABയുടെ 2 പാർട്ട് AP അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഇവിടെ BP എന്നുള്ളത് നിങ്ങൾ എഴുതുക. എന്നിട്ടോ AP ഈക്വൽ ടു എന്താണ്, AS ആണ്, അത് റൈറ്റിൽ എഴുതുക. AP ഈക്വൽ ടു AS ആണ്. BP ഈക്വൽ ടു എന്താണ്, BQ ആണ്, അത് നിങ്ങൾ ഇവിടെ എഴുതുക, BQ എഴുതുക. എന്നിട്ട് നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇവിടെ AB ആണ് ഇപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്. അതേപോലെ നിങ്ങൾക്ക് ഇനി എഴുതേണ്ടത് എന്താ, CD ആണ് എഴുതേണ്ടത്. CD എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇതാണ് CD, ഇതല്ലേ CD. അപ്പൊ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് CD എന്ന് പറഞ്ഞാല് CR അതേപോലെ തന്നെ DR, ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴാണ് കിട്ടുക. CR DR എഴുതുക. CRന് എന്താണ് ഈക്വൽ, CQ ആണ് ഈക്വൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു, യു ക്യാൻ സേ ദാറ്റ് CQ. അതേപോലെ DR-ന് ഈക്വൽ എന്താ, DS ആണ് ഈക്വൽ. സോ ദിസ് ഇസ് ഈക്വൽ ടു DS. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. ഇതിന്റെ ഒക്കെ റീസൺ എന്താ എഴുതുക, നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇതിന്റെ ഒക്കെ റീസൺ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും എന്ത്, ഇവിടെ എന്താ എഴുതാൻ പറ്റുക, ടാൻജന്റ്, ലെങ്ത് ഓഫ് ടാൻജന്റ്, ലെങ്ത് ഓഫ് ടാൻജന്റ് ഫ്രം external point are equal. ഇതാണ് പോയിന്റ് എഴുതേണ്ടത്. അപ്പൊ എന്നിട്ട് ഇതിന് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ 3, ഇക്വേഷൻ 4 ഇങ്ങനെ നമ്മൾ ഒരു നമ്പർ കൊടുക്കുക, ഓരോ നമ്പർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതെല്ലാം കൂടി അങ്ങോട്ട് ആഡ് ചെയ്യാം. ഇത് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റും എന്ത്, 1 + 2 + 3 + 4 ഇതങ്ങ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക, AP + BP + CR + DR is equal to AS + BQ + CQ + DS. ഇനി നമുക്ക് വേണ്ടത് ആ രീതിയിൽ എടുത്തെഴുതുക. നമുക്കറിയാം AP + BP, AP + BP എന്ന് പറഞ്ഞാൽ എന്താ, AB ആണ്. സോ നമുക്ക് എഴുതാൻ പറ്റും AP പ്ലസ് അതേപോലെ AS BQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AS അല്ലെ, AS BQ എന്ന് പറഞ്ഞാൽ അത് ഓർഡർ അല്ല. അപ്പൊ നമുക്കത് ഓർഡർ ആക്കാം. ഏറ്റവും ആദ്യം AP + BP ഇത് എഴുതുക, പ്ലസ് ഇവിടെ CR DR CR + DR. ഈ CR + DR എന്താ, CR + DR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു CD എന്നുള്ള സൈഡാണ് അല്ലെ. സോ ദിസ് ഇസ് ഈക്വൽ ടു, നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്, ഇവിടെ പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് യു ക്യാൻ സി AB + CD = AD + BC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. AD + BC എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്, AD + BC. അപ്പോ AD കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സൈഡ് AD അല്ലെ. സോ AD കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എഴുതേണ്ടത് AS-ഉം അതേപോലെ തന്നെ എന്താണ് എടുക്കേണ്ടത്, DS-ഉമാണ് എടുക്കേണ്ടത്. DS എടുക്കുക, DS. എന്നിട്ട് ഒരു ബ്രാക്കറ്റ് ഇടുക, പ്ലസ്
എസും ഡി എസും കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കുള്ളത് ബി ക്യൂവും സി ക്യൂവും മാത്രമാണ്. സോ അതിവിടെ എഴുതുക, ബി ക്യൂ പ്ലസ് സി ക്യൂ. ഓക്കെ, സോ ഇനി എ പി പ്ലസ് ബി പി എന്താന്ന് എഴുതുക? എ പി പ്ലസ് ബി പി എന്താ? എ ബി ആണ്. അതേപോലെ തന്നെ ഇവിടെ സി ആർ പ്ലസ് ഡി ആർ എന്താ? ആറ് കോമൺ, സോ സി ഡി ആണ് വരിക, സി ഡി വരും. അതേപോലെ എ എസും ഡി എസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എ ഡി ആണ് വരിക, സോ ദിസ് ഇസ് ഈക്വൽ ടു എ ഡി. അതേപോലെ തന്നെ ഇവിടെ ക്യൂ കോമൺ ആണ്, സോ ബി ക്യൂ പ്ലസ് സി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി ആണ് വരിക, സോ ദിസ് ഇസ് ഈക്വൽ ടു ബി സി. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഹെൻസ് പ്രൂവ്ഡ്. ഈസി അല്ലേ? സോ ഇതേ ടൈപ്പ് വേറൊരു ക്വസ്റ്റ്യനും കൂടി നിങ്ങളുടെ എക്സസൈസിലുണ്ട്. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താ? നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പറയുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു പാരലലോഗ്രം ആണ് എങ്കിൽ നമുക്ക് ഈ ഒരു പാരലലോഗ്രം ഒരു റോംബസ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാന്നാണ് പറഞ്ഞത്. വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് ചെയ്യാം. ഓക്കെ, സോ നൗ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഹിയർ ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇൻ ഫിഗർ, ഇതിൽ ഫിഗർ തന്നിട്ടുണ്ട് കേട്ടോ. ഇൻ ഫിഗർ ഇറ്റ് ഈസ് ഗിവൺ ദാറ്റ് എക്സ് വൈ ആൻഡ് എക്സ് ഡാഷ്, ഇത് എക്സ് ഡാഷ് ആണ്, എക്സ് ഡാഷ് വൈ ഡാഷ് ആർ ടു പാരലൽ ടാൻജൻസ് ടു എ സർക്കിൾ വിത്ത് സെന്റർ ഓ ആൻഡ് അനദർ ടാൻജന്റ് എ ബി. വേറൊരു ടാൻജന്റ് കൂടി ഉണ്ട് അല്ലെ, രണ്ട് ടാൻജന്റ് ഉണ്ട്. ആദ്യം തന്നെ എക്സ് വൈയും എക്സ് ഡാഷ് വൈ ഡാഷും ഉണ്ട്, അതിന്റെ പുറമെ മൂന്നാമത്തെ ടാൻജന്റ് ആണ് എന്ത്? ഇവിടെയുള്ള എ ബി എന്ന് പറയുന്നത്. എന്നിട്ട് പറയാം വിത്ത് എ പോയിന്റ് ഓഫ് കോണ്ടാക്ട് സി, ഈ ഒരു പോയിന്റിനെ നമുക്ക് സി എന്ന് പേര് വിളിക്കാം. ഈസ് ഇന്റർസെക്റ്റിംഗ് എക്സ് വൈ. അപ്പോൾ ഈ ഒരു സംഭവം എക്സ് വൈയിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഏത് പോയിന്റിലാണ്? എ എന്നുള്ള പോയിന്റിലാണ് ഇന്റർസെക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ എക്സ് ഡാഷ് വൈ ഡാഷിൽ ബി എന്ന് പറയുന്ന പോയിന്റ് ആണ് എന്ത്? പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ. എന്നിട്ട് പറയാം പ്രൂവ് ദാറ്റ് ആംഗിൾ എ ഒ ബി ഈക്വൽ ടു 90 എന്ന് പറഞ്ഞാൽ ഈ ഒരു എ ഒ ബി എന്ന് പറയുന്നത് എന്ത് എന്ന് പറയണം? 90 എന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അതിപ്പോ എങ്ങനെയാ ചെയ്യാം? എന്താണ് ഒരു വഴി? എ ഒ ബി എന്ന് പറയുന്നത് എങ്ങനെയാ ഇപ്പൊ 90 എന്ന് പ്രൂവ് ചെയ്യാം? ഒരു വഴിയുണ്ട്. നമ്മൾക്കറിയുന്ന കാര്യം എന്താ? ടാൻജൻസ് എപ്പോഴും റേഡിയസ് ലൈൻ അല്ലെ സെന്ററുമായിട്ട് 90 ഡിഗ്രി ആണ്. പിന്നെ അതേപോലെ ലെങ്ത് ഓഫ് ടാൻജന്റ് എപ്പോഴും ഈക്വൽ ആണ്. ഈ രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഒരു മൂന്നാമതൊരു ടാൻജന്റ് ഇല്ലേ? ഇവിടെ ഓൾറെഡി ഉള്ള രണ്ട് ടാൻജന്റിൽ നിന്ന് സെന്ററിലോട്ട് ഓൾറെഡി കണക്റ്റഡ് ആണ്. നമുക്ക് തന്ന ഫിഗർ ആണ് ഇത്, നമ്മൾ വരച്ചതല്ല. അതേപോലെ തന്നെ എന്ത് ചെയ്യാം? ഇവിടെ CO എന്ന് പറയുന്ന ഒരു ലൈന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ എക്സ്ട്രാ ആയിട്ട് വരയ്ക്കാൻ പറ്റും. CO എന്നുള്ള ഒരു ലൈന് നമ്മൾ എക്സ്ട്രാ വരച്ചു. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എന്തൊക്കെ അറിയാം? ബി ക്യു ഈക്വൽ ടു ബി സി ആണ്. അതേപോലെ എ സി ഈക്വൽ ടു എ പി ആണ്. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം. പക്ഷേ അതല്ലാതെ നമുക്ക് എന്താണ് ഇവിടെ സത്യത്തിൽ വേണ്ടത്? സത്യത്തിൽ വേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിൾ 90 എന്ന് പ്രൂവ് ചെയ്യാണ് വേണ്ടത്. ഇതിപ്പോ എങ്ങനെ 90 എന്ന് പ്രൂവ് ചെയ്യുക? അതിനെന്താണ് ഒരു വഴി? നമ്മളിപ്പോ പറഞ്ഞു എന്ത്? ഇവിടെ ബി ക്യു ഈസ് ഈക്വൽ ബി സി എന്ന് പറഞ്ഞു, അതേപോലെ ഇവിടെ എ സി ഈക്വൽ ടു എ പി എന്ന് പറഞ്ഞു. ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെയുള്ള ആംഗിൾസ് സെയിം ആണെന്ന് പറയാൻ പറ്റും. നമ്മൾ നേരത്തെ RHS കോൺഗ്രുവൻസ് റൂൾ വെച്ചിട്ട് നമ്മൾ ട്രയാംഗിൾസ് എന്താ പറയാ, നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സംഭവം ഇവിടെ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് RHS എന്താ പറയുക SSS ഏത് വേണേലും എടുക്കാം കേട്ടോ. RHS തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. ഈ പ്രാവശ്യം നമുക്ക് SSS വെച്ച് ചെയ്യാം. ഓക്കെ, RHS വെച്ചും ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട് നൗ. ദെൻ നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാകും എത്ര ഈസിയാണ്. ഓക്കെ, പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ AOB 90 എന്നുള്ളതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 90 അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഏറ്റവും ആദ്യം നിങ്ങൾ എഴുതേണ്ടത് BQ ഈസ് ഈക്വൽ ടു BC ആൻഡ് AC ഈക്വൽ ടു AP. എന്താ റീസൺ എഴുതുക? ലെങ്ത് ഓഫ് ടാൻജന്റ് ഈക്വൽ, ലെങ്ത് ഓഫ് ടാൻജന്റ് ഈക്വൽ. ഓക്കെ,
ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്, ട്രയാങ്കിൾ AOC is congruent to triangle AOP. എന്താ കാരണം? because AP equal to AC, അതേപോലെ OC equal to OP and AO equal to AO. അപ്പൊ എന്താ റൂള്? നമുക്ക് പറയാൻ പറ്റും ഈ സൈഡ് കോമൺ, ഇത് റേഡിയസ്, ഇത് ടാൻജന്റ്, ഇതും ടാൻജന്റ് അല്ലെ. സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇറ്റ് ഈസ് ബൈ SSS റൂൾ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം ബൈ SSS കോൺഗ്രുവൻസ് റൂൾ. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ഇത് നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. പിന്നെ അതേപോലെ OC ഈക്വൽ ടു OP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയസ് ആണ്. അതേപോലെ ഇത് എന്താണ്, ഇത് കോമൺ ലൈൻ ആണ് അല്ലെ, കോമൺ. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, സിമിലർലി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ ആംഗിളിന്റെ കാര്യം കൂടി എഴുതാം കേട്ടോ. ആംഗിളിന്റെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആംഗിൾ POA ഈസ് ഈക്വൽ ടു ആംഗിൾ POA ഈസ് ഈക്വൽ ടു COA ആംഗിൾ COA. അപ്പോ CPCT എന്ന് എഴുതാൻ പറ്റും, കറസ്പോണ്ടിങ് പാർട്ട്. ഇനി സിമിലർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, സിമിലർലി നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ട്രയാങ്കിൾ COB ഈസ് ഈക്വൽ ടു ട്രയാങ്കിൾ QOB കോൺഗ്രുവന്റ് ആണെന്ന് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം, സിമിലർലി ട്രയാങ്കിൾ COB ഈസ് കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ QOB. റീസൺ SSS തന്നെയാണ്. ഇനി ഇതിലെ സ്റ്റെപ്സ് ഒന്നും എക്സ്ട്രാ ഇവിടെ എഴുതുന്നില്ല. സ്റ്റെപ്സ് ഞാൻ ജസ്റ്റ് പറയാം. എന്താ എഴുതണ്ടേ? ഇവിടെ OQ ഈക്വൽ ടു OC അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ OQ ഈക്വൽ ടു OC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് ഇവിടെ പറഞ്ഞ അതേ സംഭവമാണ്, എന്താ റേഡിയസ് അവർ അല്ലെ. പിന്നെ അതേപോലെ തന്നെ OB ഈക്വൽ ടു OB കോമൺ ആണ്. പിന്നെ അതേപോലെ നമ്മൾ ആദ്യം പറഞ്ഞിട്ട് എന്ത്, ഇവിടെ BQ ഈക്വൽ ടു BC കണ്ടോ, BQ ഈക്വൽ ടു BC നമ്മൾ ആദ്യം പറഞ്ഞല്ലേ. ആ 3 കാര്യങ്ങൾ എഴുതി ബൈ SSS എന്ന് പറയണം. ഇനി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്, ആംഗിൾ COB ഈസ് ഈക്വൽ ടു ആംഗിൾ QOB CPCT. ഇത് ഇക്വേഷൻ നമ്പർ 1, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 2. 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാൻ പറ്റും PQ എന്ന് പറഞ്ഞാൽ എന്താ, ഈ സർക്കിളിന്റെ PQ എന്ന് പറഞ്ഞാൽ എന്താ, PQ എന്ന് പറഞ്ഞാൽ ഡയാമീറ്റർ ആണ് അല്ലെ. ഈ PQയിലുള്ള ടോട്ടൽ ആംഗിൾ എത്ര, ഈ ടോട്ടൽ ആംഗിൾ എത്ര വരിക, 180 ഡിഗ്രി വരിക. അത് വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇവിടെ PQ അല്ലേ. ഓക്കെ, സോ നമുക്ക് പറയാൻ പറ്റും PQ ഈസ് എ, അല്ലെങ്കിൽ നമുക്ക് ആംഗിൾ മൊത്തം എഴുതി ആഡ് ചെയ്തിട്ട് റീസൺ ആയിട്ട് എഴുതാട്ടെ, PQ ഡയമീറ്റർ ആണെന്ന്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ POA പ്ലസ് ആംഗിൾ AOC പ്ലസ് ആംഗിൾ AOC കഴിഞ്ഞാൽ പിന്നെ COB അല്ലേ, ആംഗിൾ COB പ്ലസ് ആംഗിൾ COB കഴിഞ്ഞാൽ ആംഗിൾ QOB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. എന്താ കാരണം, ഇറ്റ് ഈസ് ദ ഡയാമീറ്റർ. PQ ഈസ് ദ ഡയാമീറ്റർ. റീസൺ PQ ഈസ് ദ ഡയാമീറ്റർ. PQ ഈസ് ഡയാമീറ്റർ. അത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് പറയാൻ പറ്റുന്ന കാര്യം, ഈ 1ഉം 2ഉം നമ്മൾ യൂസ് ചെയ്യുക. 1ഉം 2ഉം യൂസ് ചെയ്യുക.
AOB ആണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ, AOB നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് AOB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ലെറ്റ്സ് കംപ്ലീറ്റ് ദ പ്രോബ്ലം. POA പ്ലസ് AOC എന്ന് പറയുന്നതിന് പകരം നമുക്ക് എഴുതാൻ പറ്റുന്നത് POA AOC അല്ലേ? അപ്പോ നമുക്ക് എഴുതാൻ പറ്റും POAക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? AOC എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ AOC എന്നുള്ളത് 2 പ്രാവശ്യം എഴുതാൻ പറ്റും. ദിസ് ഇസ് ഈക്വൽ ടു 2 ആംഗിൾ AOC. അതെങ്ങനെ 2 AOC ആയത്? ഇത് ഫ്രം 1 ആണ് അല്ലേ? അപ്പൊ അത് നമുക്ക് ഇവിടെ എഴുതാം ഫ്രം 1 and 2. 1 and 2 ആണ് ഈ സംഭവം എഴുതാൻ പോണത്. എന്ത്? ദിസ് ഇസ് 2 ആംഗിൾ AOC. അതേപോലെ തന്നെ AOC പറഞ്ഞ പോലെ തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ 2 ആംഗിൾ COB എന്ന് എഴുതാൻ പറ്റും. 2 ആംഗിൾ COB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. That means this 2 common 2 എന്ത് ചെയ്യുക? കട്ട് ചെയ്യുക. That means angle AOC plus angle COB is equal to 90 ഡിഗ്രി വരും. എങ്ങനെയാ? ഈ 2 കൊണ്ട് മൊത്തം ഡിവൈഡ് ചെയ്തു. That means AOC plus COB എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ആംഗിൾ AOB ആണ്. That means നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ AOB ഈ 2 എണ്ണം ആഡ് ചെയ്ത് എന്താ കിട്ടുക? ആംഗിൾ AOB ആണ് കിട്ടുക. ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്നത് ഹെൻസ് പ്രൂവ്ഡ്. ഓക്കെ, സോ ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ്. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. അതിൽ നിന്ന് വരച്ചിരിക്കുന്ന 2 ടാൻജന്റ് എന്താണ്? ഓഫ് എ സർക്കിൾ ഈസ് സപ്ലിമെന്ററി. ദിസ് ഇസ് സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. അപ്പോ ഇത് സപ്ലിമെന്ററി ആണെന്ന് പറയണം. എന്താ സപ്ലിമെന്ററി? ഈ ആംഗിൾ പ്ലസ് ഈ ആംഗിൾ എന്താണ്? 180 ഡിഗ്രി എന്ന് പറയണം. ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം എന്താ? നമുക്ക് അറിയുന്നതാണ് എന്ത്? ഇത് 90 ആണ്, ഇതും 90 ആണ് അല്ലേ? ഇത് 90, ഇത് 90 ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ APBO ദിസ് ഈസ് എ ക്വാഡ്രിലാറ്ററൽ ആണ്. അപ്പൊ ക്വാഡ്രിലാറ്ററലിന്റെ എന്താ പറയാ? ക്വാഡ്രിലാറ്ററലിന്റെ 4 ആംഗിൾസ് മൊത്തം കൂട്ടിയ 360 ആണ് വരിക. അപ്പൊ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. പക്ഷേ നമുക്കിവിടെ ജസ്റ്റ് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിലെ കണ്ടൊരു ചോദ്യം എന്തായിരുന്നു എന്നറിയോ? വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആംഗിളും ഈക്വൽ ആണെന്നോ മറ്റോ പറയാനായിരുന്നു ചോദിച്ചത് വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രീവിയസ്. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമ്മളോട് പറഞ്ഞ് പ്രൂവ് ദാറ്റ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ 2 ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈ സപ്ലിമെന്ററി, ഈ ഒരു സംഭവം ഈ സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. അപ്പൊ ഇതാണ് പറഞ്ഞത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം? നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ള ആ സ്റ്റെപ്പ് വെച്ചിട്ട് തന്നെ ഇത് പെട്ടെന്ന് തന്നെ തീർത്തു കൊടുക്കാം. ആംഗിൾ ബിറ്റ്വീൻ ദ 2 ടാൻജൻസ് ഡ്രോൺ ഫ്രം എൻ എക്സ്റ്റേണൽ പോയിന്റ് ടു എ സർക്കിൾ ഈ സപ്ലിമെന്ററി ടു ദ ആംഗിൾ സബ്ടെൻഡഡ് ബൈ ദ ലൈൻ ജോയിനിങ് പോയിന്റ് ഓഫ് കോണ്ടാക്ട് അറ്റ് ദ സെന്റർ. ഓക്കെ, സോ ഇത് രണ്ടും സപ്ലിമെന്ററി എന്ന് പറയണം. ഇത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും ആദ്യം നമുക്ക് എഴുതാൻ പറ്റും ആംഗിൾ PAO ഈസ് ഈക്വൽ ടു ആംഗിൾ PBO ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. എന്താ കാരണം? തിയറം 1 നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. തിയറം 1. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് എന്ത്? ഇവിടെ സിൻസ് PAOB is a quadrilateral. Quadrilateral നമുക്ക് പറയാൻ പറ്റുന്നത് ആംഗിൾ PAO ആംഗിൾ PAO പ്ലസ് ആംഗിൾ PBO പ്ലസ് ആംഗിൾ APB പ്ലസ് ആംഗിൾ AOB
ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. ഇനി നമുക്ക് പറയാൻ പറ്റും എന്ത്, PAO PBOക്ക് പകരം എന്ത് കൊടുക്കാൻ പറ്റും, ഇതിന് പകരം 90 + 90 180 കൊടുക്കാൻ പറ്റും. സോ ദിസ് ഇസ് 180 പ്ലസ് ആംഗിൾ APB പ്ലസ് AOB ഈസ് ഈക്വൽ ടു 360 എന്ന് പറഞ്ഞാൽ ഈ 180 നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എന്ത്, ആംഗിൾ APB പ്ലസ് ആംഗിൾ AOB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി എന്ന് പറഞ്ഞ പ്രോബ്ലം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും എന്ത്, ഇവിടെ APB അതേപോലെ AOB എന്താണ്, സപ്ലിമെന്ററി ആണ്. അതിന്റെ തെളിവാണ് എന്ത്, ദിസ് ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം ഇതിന്റെ തിയറി വെച്ചുള്ള പ്രോബ്ലം ആണ്. നമ്മുടെ ഐ തിങ്ക് ഫസ്റ്റോ സെക്കൻഡോ പ്രോബ്ലം നമ്മൾ ഇത് വെച്ച് ചെയ്താ. ഇവിടെ എന്താ പറയുക 110 ആണ്, ഇവിടെ 70, ഇവിടെ 80 ആണ്, ഇവിടെ എന്താ പറയുക 100. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, വേറെ പ്രോബ്ലം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. അപ്പോ ഇത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഹെൻസ് this is actually these two angles are supplementary എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് ഇവിടെ എഴുതാൻ പറ്റും ഹെൻസ് പ്രൂവ്ഡ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സോ ഇനി നമുക്ക് ആകെ ജസ്റ്റ് 10 ക്വസ്റ്റ്യൻസ് ആയി അല്ലേ. ജസ്റ്റ് നമുക്കൊരു 3 ക്വസ്റ്റ്യൻസ് പ്ലസ് പിന്നെ നമുക്ക് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത സെഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.